Module 4, Lecture 12. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡിസൈനിങ് റീഇൻഫോഴ്സ്ഡ് എർത്ത് റീറ്റെയിനിങ് വാളിൻ്റെ. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള പോർഷൻസ്, അതായത് ഡിസൈനിങ്ങിൻ്റെ സ്റ്റെപ്സ് ആയ എക്സ്റ്റേണൽ സ്റ്റെബിലിറ്റിയും ഇൻറ്റേർണൽ സ്റ്റെബിലിറ്റിയും ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ, 5 എണ്ണം. അത് 5 എണ്ണത്തിൻ്റെയും കൃത്യമായിട്ടുള്ള ഇക്വേഷൻസിൽ ഓരോ നൊട്ടേഷൻസും എന്താണ് കാണിക്കുന്നത് അത് വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ലെക്ചർ നിങ്ങൾ കേൾക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. 20 മാർക്സിന് ചോദിക്കുന്ന ഡിസൈൻ ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ എ റീഇൻഫോഴ്സ്ഡ് എർത്ത് റീറ്റെയിനിങ് വാൾ ടു റീറ്റെയിൻ 6 മീറ്റർ ഹൈറ്റ് ഓഫ് ഫിൽ. 6 മീറ്റർ ഫില്ല് ഹൈറ്റ് ആണ് റീറ്റെയിൻ ചെയ്യിക്കേണ്ടത്. വാൾ ഇസ് ബാക്ക് ഫിൽഡ് വിത്ത് ഗ്രാനുലാർ സോയിൽ, അപ്പോൾ കൊഹഷൻലെസ് സോയിൽ ആണ്. ആൻഡ് ഗാമ 18.2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് തന്നിട്ടുണ്ട്. ആൻഡ് ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ഇസ് ഗിവൺ as 5, എൻ ഗാമ 35. ഈ എൻ ഗാമ തന്നിരിക്കുന്നത് എന്താണെന്നുള്ളത് ഇടയ്ക്ക് നമ്മൾ ടെർസാഗീസ് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും ബെയറിംഗ് പ്രഷർ കാണാൻ. അവിടെ നമ്മളുടെ ആ ഒരു ഇക്വേഷനകത്ത് എൻ ഗാമ എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. അതിനാണ് ഈ വാല്യൂ തന്നിരിക്കുന്നത്. യൂസിങ് ഗാൽവനൈസ്ഡ് മെറ്റാലിക് സ്ട്രിപ്പ് ആസ് റീഇൻഫോഴ്സ്മെന്റ്. സേഫ്റ്റി ഫാക്ടർ അഗെയിൻസ്റ്റ് ടെൻഷൻ ആൻഡ് പുൾ ഔട്ട് ഫെയിലിയർ 2 ആണ്. സേഫ്റ്റി ഫാക്ടർ ഓൾറെഡി തന്നിരിക്കുകയാണ്. ഗാൽവനൈസ്ഡ് മെറ്റാലിക് റീഇൻഫോഴ്സ്മെന്റ് ഹാസ് ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്. എന്താണ്? ഹൊറിസോണ്ടൽ സ്പേസിംഗ്, അതായത് അവിടെ ഉപയോഗിക്കുന്നത് ഏതാണ്? ഗാൽവനൈസ്ഡ് മെറ്റാലിക് റീഇൻഫോഴ്സ്മെന്റ് ആണ് ഈ ഒരു റീഇൻഫോഴ്സ്ഡ് എർത്ത് റീറ്റെയിനിങ് വാളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ആ റീഇൻഫോഴ്സ്മെന്റിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. 2 റീഇൻഫോഴ്സ്മെന്റിന്റെ ഇടയ്ക്കുള്ള സ്പേസിംഗ് 0.8 മീറ്റേഴ്സ്, അതായത് ഒരു 80 സെന്റിമീറ്റർ വിട്ടിട്ടാണ് ഹൊറിസോണ്ടൽ സ്പേസിംഗ് കൊടുത്തിരിക്കുന്നത്. ഓരോ സ്റ്റീൽ സ്ട്രിപ്പിന്റെയും വിഡ്ത്ത് 10 സെന്റിമീറ്റർ. തിക്നെസ് ഓഫ് സ്റ്റീൽ സ്ട്രിപ്പ് 5 millimeter. ആൻഡ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് 24 കിലോ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർഡ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കുക. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ആ ഒരു റീറ്റെയിനിങ് വാളാണ്. ഇവിടുന്ന് ഇവിടെ വരെയുള്ളത് എന്താണ്? അതിൻ്റെ ലെങ്ത്. ഓക്കെ, ഇത് 3Dയിൽ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. ഇത് ഇതുപോലെ ബാക്കിലോട്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എന്താ കൊടുത്തിരിക്കുന്നത്? മെറ്റാലിക് സ്ട്രിപ്സ് ആണ്. ഈ ഇമേജ് നിങ്ങൾ മനസ്സിലിപ്പോൾ തറവാക്കിയേക്കണം. ഓക്കെ, മെറ്റാലിക് സ്ട്രിപ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ റീഇൻഫോഴ്സ്മെന്റിന്റെയും വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു, മെറ്റാലിക് സ്ട്രിപ്പ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഹൊറിസോണ്ടൽ സ്പേസിംഗ് എന്താണ്? ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് അടുത്തത് വരെയുള്ള, ഇതിപ്പോൾ ഒരൊറ്റ ലെയറിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ അടുത്ത ലെയറിൽ വേറെ റീഇൻഫോഴ്സ്മെന്റ് വരും, നെക്സ്റ്റ് ലെയർ വേറെ റീഇൻഫോഴ്സ്മെന്റ് വരും. ഇതിപ്പോൾ ഒരൊറ്റ ലെയറിലെ റീഇൻഫോഴ്സ്മെന്റ് ആണ്. ആ റീഇൻഫോഴ്സ്മെന്റിന്റെ ഇടയ്ക്കുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള സ്പേസിംഗ് ആണ്. ഓക്കെ, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇവിടെയൊക്കെ സോയിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 80 സെന്റിമീറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡെൽറ്റ എച്ച് ആണ് സ്പേസിങ്ങിന് നൊട്ടേഷൻ കൊടുക്കുന്നത്. പിന്നെ വന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു റീഇൻഫോഴ്സ്മെന്റിന്റെ വിഡ്ത്ത്, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ വരുന്നതാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അത് 10 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 5 millimeter ആണ്. ഓക്കെ, ഈ ഒരു ഇത്രയുമാണ് തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അറിയാലോ തിക്നെസ്. ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 5 millimeter ആണ്. പിന്നെ റീഇൻഫോഴ്സ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഈ ഒരു ഇവിടം തൊട്ട് ഇവിടെ വരെ വരുന്നതല്ലേ റീഇൻഫോഴ്സ്മെന്റിന്റെ ലെങ്ത്. അത് ആക്ച്വലി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അവർ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇതിപ്പോൾ ക്ലിയർ ആണല്ലോ ഇമേജ്. ഓക്കെ, നമുക്കിനി പ്രോബ്ലത്തിലേക്ക് പോവാം. പിന്നെ എന്നതാ തന്നിരിക്കുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് ബാക്ക്ഫിൽ സോയിൽ 0.4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ടാൻ ഡെൽറ്റയുടെ വാല്യൂയും തന്നിട്ടുണ്ട്. നോ വാട്ടർ ടേബിൾ, നോ സർചാർജ്. സർചാർജ് 0 ആണ്, Q0 ആണ്, വാട്ടർ ടേബിൾ ഇല്ല. ഇത് 2017 കേരള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഗിവൺ ഡേറ്റ മൊത്തത്തിലുള്ള ഹൈറ്റ് 6 മീറ്റർ, ഗാമ 18.2. മിസ്സിങ്ങിന് വീണ്ടും എടുത്ത് പറയുമ്പം ബോറടിച്ചിട്ട് ഓടിച്ചു വിടരുത്. ഓരോ ഇതും മനസ്സിലാക്കി തറവാക്കിയിട്ട് പോവുക. ഓക്കെ, അല്ലെങ്കിൽ കുറേ സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് 534 എൻ ഗാമ തന്നിട്ടുണ്ട് 35.
മെറ്റാലിക് സ്ട്രിപ്പിനാണെങ്കിൽ അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് ടെൻഷനും പുൾ ഔട്ട് ഫെയിലിയറും 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ എച്ച് എന്താണ്? 2 റീഇൻഫോഴ്സ്മെൻറ്റുകൾക്കിടയ്ക്കുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സ്പേസിംഗ് 0.8 മീറ്റർ ആണ്. ഈ ഡെൽറ്റ ക്യാപിറ്റൽ എച്ച് ഡെൽറ്റ സ്മോൾ എച്ച് ഒക്കെ കൺഫ്യൂഷൻ ആവരുത്. ഡെൽറ്റ ക്യാപിറ്റൽ എച്ച് എന്ന് കൊടുക്കുന്നതാണ് 2 റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് വരുന്ന ഹൊറിസോണ്ടൽ സ്പേസിംഗ്. ഡെൽറ്റ വി എന്ന് പറയുമ്പോഴാണ് 2 റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് വരുന്ന വെർട്ടിക്കൽ സ്പേസിംഗ്. ഓക്കെ, പിന്നെ ബി എന്താണ്? റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ വിഡ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 5 മില്ലിമീറ്റർ ആയിരുന്നു, അതിനെയും കൺവേർട്ട് ചെയ്തു. FY എന്ന് പറഞ്ഞാൽ എന്നതാണ്? ആ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്, മാക്സിമം എത്രത്തോളം അതിന് താങ്ങാൻ പറ്റും എന്നുള്ള ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദറ്റ് മെറ്റീരിയൽ, അതാണ് 24 kN/cm². ദെൻ ഫ്രിക്ഷൻ ടാൻ ഡെൽറ്റ തന്നിട്ടുണ്ട് 0.4. സർചാർജ് ഇല്ല, അപ്പോൾ Q0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ കാൽക്കുലേഷൻ കുറേ ഈസി ആയി അല്ലേ? Q0 വരുന്നിടത്തൊക്കെ പിന്നെ കാൽക്കുലേഷൻ ഈസി ആയി. പിന്നെ വരുന്നത് എന്താണ്? KA, കോഎഫിഷ്യൻ്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ 1 - sin phi / 1 + sin phi ആണ്. sin phiൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്. അപ്പോൾ KA നമ്മളങ്ങ് കണ്ടുപിടിച്ച് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോ ചെക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ എന്താണ്? എക്സ്റ്റേണൽ സ്റ്റെബിലിറ്റിയാണ്. അതിനകത്ത് ഏതൊക്കെ വരുന്നുണ്ട്? ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിങ്, ഓവർ ടേണിങ്, ബെയറിംഗ് ഫെയിലിയർ ആണല്ലോ. ഈ 3 എണ്ണമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇന്റേണൽ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിങ്. എപ്പോഴാണ് ഒരു റീറ്റെയിനിങ് വാളിൽ സ്ലൈഡിങ് സംഭവിക്കുന്നത്? എപ്പോഴായിരുന്നു? ഈ ഒരു റീറ്റെയിനിങ് വാളിന് സ്ലൈഡിങ് സംഭവിക്കുന്നത് എങ്ങനെയാണ്? എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് ഹൊറിസോണ്ടലി ഈ ബാക്ക്ഫിൽ സോയിലിൽ നിന്ന് ഹൊറിസോണ്ടലി ഇങ്ങോട്ടേക്ക് ഒരു ത്രസ്റ്റ് ഉണ്ടാവും ആണല്ലോ. ത്രസ്റ്റ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. ഈ അൺറീൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ബാക്ക്ഫിൽ സോയിൽ ഈ റീറ്റെയിനിങ് വാളിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഒരു ത്രസ്റ്റ് ഉണ്ടാവും. പിന്നെന്താണ്? ആ ത്രസ്റ്റ് ഒരുപാട് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റായി മാറും. അതാണല്ലോ സ്ലൈഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കണം. അതിനുള്ളൊരു കപ്പാസിറ്റി ഈ റീറ്റെയിനിങ് വാളിന് വേണം. റെസിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എന്താണ് ആ റെസിസ്റ്റ് ചെയ്യിക്കുന്നത്? ഈ റീറ്റെയിനിങ് വാളിൻ്റെ ബേസും ഇവിടെയുള്ള സോയിലും തമ്മിലുണ്ടാക്കുന്ന ആ ഒരു ഫ്രിക്ഷണൽ ബോണ്ടിങ് വെച്ചിട്ടാണ് ഇതവിടെ പിടിച്ചു നിൽക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇതായിരുന്നു സ്ലൈഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ സ്ലൈഡിംഗ് ഫോഴ്സ് ആണ്. റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ടാൻ മ്യൂ കണ്ടോ, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് പിടിച്ചു നിൽക്കുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് Q0L + Γ(F) HL × tan ഡെൽറ്റ. ടാൻ ഡെൽറ്റ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. Q0 എന്ന് പറയുന്നത് 0 ആണ്. മനസ്സിലായി? അപ്പോൾ ഈ ഒരു ടേം അങ്ങ് പോയി കിട്ടും. പിന്നെ വരുന്ന Γ(F) HL മാത്രമാണ്. Γ(F) എന്ന് പറയുമ്പോഴത്തേക്കും 18.2 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. H എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റീറ്റെയിനിങ് വാളിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹൈറ്റ് ആണ്, ക്യാപിറ്റൽ H. അത് 6 ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ മാത്രം ലെങ്ത് കാണിച്ചായിരുന്നല്ലോ നേരത്തെ, ഇനി കാണിക്കണ്ടല്ലോ. റീഇൻഫോഴ്സ്മെൻറ്റ് വാള് തൊട്ട് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ നീളത്തിൽ ഓരോ പീസിനും കൊടുത്തിരിക്കുന്ന ലെങ്ത് എത്ര എന്നുള്ളതാണ് ക്യാപിറ്റൽ L. അത് നമുക്കറിയില്ല, അപ്പോൾ L ആയിട്ട് തന്നെ ഇടുക. പക്ഷെ ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിംഗ് 2 ആണെന്നുള്ളത് തന്നിരിക്കുക. പിന്നെന്താണ്? അപ്പം മേളിൽ വന്നിരുന്ന ന്യൂമറേറ്ററിൽ വന്നത് റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ സ്ലൈഡിംഗ് ഫോഴ്സ്. അതിന് സ്ലൈഡ് ചെയ്യിക്കുന്ന ഫോഴ്സ് എന്തായിരുന്നു? ഹൊറിസോണ്ടലി എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു ത്രസ്റ്റ് ആയിരുന്നു അല്ലേ, ബാക്ക്ഫിൽ സോയിൽ. അപ്പോൾ അത് നമ്മൾ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം ഒക്കെ വരച്ചേച്ച് അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. KA Q0H + ½ KA Γ(V) × H². ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ KA Q0 0 ആയതുകൊണ്ട് ഈ ഒരു ടേം പോയി കിട്ടി. പിന്നെ എന്നതാ ഉള്ളത്? ½ × KA എന്ന് പറഞ്ഞാൽ 1 - sin phi / 1 + sin phi ആണ്. അത് നമുക്കറിയാം. Γ 18.2 is given. H എന്ന് പറയുമ്പോഴത്തേക്കും ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഗാമ എന്ന് പറയുന്നത് ബാക്ക്ഫിൽ സോയിലിനും സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടില്ല. അതായത് ഒറ്റ വാല്യൂ ഓഫ് ഗാമയെ തന്നിട്ടുള്ളൂ. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കൂടുള്ള ആ സോയിലിൻ്റെ ഫിൽ എന്ന് പറയുന്നതിൻ്റെ ഗാമ വാല്യൂ, ബാക്ക്ഫിൽ സോയിലിൻ്റെ Γ(B) എന്ന് പറയുന്നത് ബാക്ക്ഫിൽ സോയിലിൻ്റെ ഗാമയാണ്. അത് രണ്ടും സെയിം ആയിട്ട് തന്നെ എടുത്തിട്ട് നിങ്ങൾ 18.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് L മാത്രമായിരുന്നു അൺനോൺ. അതിൽ നിന്ന് നമുക്ക് L 4.245 മീറ്റേഴ്സ് എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മളിനി ചെയ്യുന്നത് 4.25 മീറ്റർ ലെങ്ത് എന്ന് കിട്ടിയപ്പോൾ നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രാ ഇട്ടിട്ട് ഏകദേശം, അതായത് റൗണ്ട് ഓഫ് ചെയ്ത് ലെങ്ത് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ് എന്ന് അസ്യൂം ചെയ്യുകയാണ്.
ഓക്കെ, ഇനി നമുക്ക് എന്താ കാണേണ്ടത്? രണ്ടാമത്തെ ക്രൈറ്റീരിയയിലേക്ക് പോവാണ്, അതായത് ഫാക്ടർ ഓഫ് സേഫ്റ്റി എഗൻസ്റ്റ് ഓവർ ടേണിംഗ്, അതിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഓവർ ടേണിംഗ് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാലോ. എപ്പോഴാണ് ഓവർ ടേണിംഗ് ഫെയിലിയർ സംഭവിക്കുന്നത്? എപ്പോഴായിരുന്നു ഓവർ ടേണിംഗ് ഫെയിലിയർ സംഭവിക്കുന്നത്? രണ്ട് മൊമെന്റ് വരുന്നുണ്ട് അല്ലേ? ഓവർ ടേൺ ചെയ്യിക്കുന്ന ഒരു മൊമെന്റും സംഭവിക്കുന്നു, റീസ്റ്റോർ ചെയ്യുന്ന ഒരു മൊമെന്റും വരും. ഈ ഓവർ ടേൺ ചെയ്യിക്കുന്ന മൊമെന്റ് എങ്ങനെയാണ് വരുന്നത്? എങ്ങനെയാ വരുന്നത്? അതായത് ഇവിടെയാണല്ലോ ബാക്ക് ഫിൽ സോയിൽ വരുന്നത്. ഈ ബാക്ക് ഫിൽ സോയില് ഇങ്ങോട്ടേക്ക് ഒരു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആക്ട് ചെയ്യുന്നു അല്ലേ? അതും ഇൻറ്റു ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു മൊമെന്റ് വരും. ആ മൊമെന്റ് എന്താ ചെയ്യിക്കുന്നത്? ഈ റീറ്റെയിനിങ് ബോളിനെ അബൌട്ട് ദിസ് ബേസ് ഇങ്ങോട്ടേക്ക് ടോപ്പിൽ ചെയ്യിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാക്കുന്നു. അതാണ് ഓവർ ടേണിംഗ് മൊമെന്റ്. പക്ഷെ അതിനെ റീസ്റ്റോർ ചെയ്ത് നിൽക്കുന്ന മൊമെന്റ് ഏതാണ്? ഇത് ആന്റി ക്ലോക്ക് വൈസ് ആക്ട് ചെയ്താൽ റീസ്റ്റോറിംഗ് മൊമെന്റ് ക്ലോക്ക് വൈസ് നിൽക്കണം, എന്നാലേ അത് ബാലൻസ് ചെയ്ത് നിൽക്കും. ആ റീസ്റ്റോറിംഗ് മൊമെന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മുകളിൽ നിന്ന് ആക്ട് ചെയ്യുന്ന, അതായത് ഇവിടെയുള്ള സോയിലും ബാക്ക്ഫിൽ അല്ല, ഇവിടെയുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ ഒപ്പമുള്ള ആ സോയിലും എല്ലാം കൂടി താഴേക്ക് എക്സേർട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ലോഡ് എത്രയാണോ ദാറ്റ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ഹൊറിസോണ്ടലായിട്ട്, ക്ലോക്ക് വൈസിൽ കിട്ടുന്ന ആ ഒരു മൊമെന്റ് ആണ് അതിനെ റീസ്റ്റോർ ചെയ്ത് നിർത്തുന്നത്. തിയറി പാർട്ട് അത് ക്ലിയർ ആണല്ലോ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഓൾറെഡി, എന്നാലും ഒന്നുകൂടി പറയുന്നതേ ഉള്ളൂ മിസ്. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എഗൻസ്റ്റ് ഓവർ ടേണിംഗ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ആ ഒരു റീസ്റ്റോറിംഗ് മൊമെന്റ് ഡിവൈഡഡ് ബൈ ഓവർ ടേണിംഗ് മൊമെന്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. റീസ്റ്റോറിംഗ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഹാഫ് Q0L² പ്ലസ് ഗാമ എഫ് എച്ച് എൽ സ്ക്വയർഡ്. ഓക്കെ, അതിലും Q0 പോയി, അപ്പോൾ ആ ഒരു ടേം പോയി. ഗാമ എഫ് എച്ച് എൽ സ്ക്വയർഡ്, ഇതെല്ലാം എന്താണെന്ന് അറിയാം. എല്ലാം നമ്മൾ 5 എന്നുള്ളത് അസ്യൂം ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് കണക്ക് തന്നെ വീണ്ടും താഴെ വരുന്ന ഓവർ ടേണിംഗ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഹാഫ് KA Q0H² പ്ലസ് KA ഗാമ ബി HQ/3. ഇതിലും Q0 ഇല്ല, ഈ ടേം പോകുന്നു. KA ഇത് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്കൊരു വാല്യൂ ഓഫ് 7.36 കിട്ടി. അത് 2-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ സേഫ് ആണ്. പിന്നെ വന്നിട്ട് മൂന്നാമത്തത്, അതെന്താ വരുന്നത്? ഫാക്ടർ ഓഫ് സേഫ്റ്റി എഗൻസ്റ്റ് ബെയറിംഗ് ഫെയിലിയർ. ബെയറിംഗ് കപ്പാസിറ്റി ഫെയിലിയറിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി. അത് എപ്പോഴായിരുന്നു ബെയറിംഗ് കപ്പാസിറ്റി ഫെയിലിയറിന് സംഭവിക്കുന്നത്? എപ്പോഴാണ്? സോയിലിന്റെ ബെയറിംഗ് കപ്പാസിറ്റി വളരെ കുറവാകുന്ന സാഹചര്യത്തിൽ അവിടെ ഫെയിലിയർ സംഭവിക്കുകയാണ് ആണല്ലോ. സോ അവിടുത്തെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? എത്രത്തോളമാണോ ആ ഫൗണ്ടേഷനിൽ വരാവുന്ന ബെയറിംഗ് പ്രഷർ അലൗ ചെയ്തിരിക്കുന്ന എത്രത്തോളമാണോ ദാറ്റ് ഡിവൈഡഡ് ബൈ ആ ബേസിൽ എത്ര പ്രഷർ മാക്സിമം വെർട്ടിക്കലി ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് എത്ര ഫൗണ്ടേഷനിൽ താങ്ങാമായിരുന്നു ബൈ എത്രയാണ് വെർട്ടിക്കലി ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അലൗഡ് ബെയറിംഗ് പ്രഷർ ഓൺ ഫൗണ്ടേഷൻ ഡിവൈഡഡ് ബൈ സിഗ്മ ബി മാക്സ്. ഇതാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എഗൻസ്റ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഫെയിലിയർ. എന്താണ്? allowable bearing pressure on foundation divided by sigma b max. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് allowable bearing pressure എത്രയാണ് എന്ന് തന്നിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ കേസിൽ നമുക്കത് തന്നിട്ടേ ഇല്ല. അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നത്? മുന്നത്തെ ടെർസാഗീസ് ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ടെർസാഗീസ് ഇക്വേഷൻ അത് എടുക്കുക. അപ്പം നമ്മുടെ റീഇൻഫോഴ്സ്ഡ് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് എന്തിനോടാണ് അനുമാനിച്ചിരിക്കുന്നത്? ഒരു സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണെന്ന് കൺസിഡർ ചെയ്യാം. നീളത്തിൽ പോയിക്കോല്ലേ. അപ്പോൾ ആ ഒരു സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണെങ്കിൽ എങ്ങനെ? സ്ട്രിപ്പ് ഫൂട്ടിംഗ് റെസ്റ്റിംഗ് അറ്റ് എ ഡെപ്ത് ഓഫ് DF ഫ്രം ഗ്രൗണ്ട് ലെവൽ. അതിൻ്റെ ഇക്വേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി കാണുന്നത് QU is equal to CNC plus QNQ plus 0.5 ഗാമ ബി എൻ ഗാമ. ഈ ഇക്വേഷനകത്ത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അലൗബിൾ ബെയറിംഗ് പ്രഷർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഈ QU എന്ന് പറഞ്ഞാൽ എന്താ? അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയാണ്. ഓർമ്മയില്ലേ ഈ പോർഷൻ? അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാം CNC, ഇത് ഗ്രാനുലാർ സോയിൽ ആൻഡ് കൊഹിഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ടേം അങ്ങ് പോയി കിട്ടും. പിന്നെ വരുന്നത് എന്താണ്? QNQ. Q എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാമ DF ആണ് അല്ലേ? ഗാമ ഇൻറ്റു DF. DF എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൗണ്ട് ലെവലിൽ നിന്നും എത്രയാണ് താഴേക്കുള്ള ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ് എന്നാണ്. പക്ഷെ നമ്മുടെ ഈ കേസിൽ ഇത് ഫൂട്ടിംഗ് അല്ല, പിന്നെ എന്താണ്? റീറ്റെയിനിങ് വാളാണ്. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴേക്കല്ല ഇത് പോകുന്നത്, മുകളിലേക്കാണ്. അപ്പോൾ ആ DF എന്ന് പറയുന്നത് എന്താണ്? 0 ആയി മാറും. അപ്പോൾ ഗാമ DF എന്താവും? അതും 0. Q എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാമ DF ആണ്. അപ്പോൾ ഗാമ DF 0 ആയി, Q 0 ആയി, ഈ ടേമും ക്യാൻസൽ ആയി. പിന്നെ നമുക്ക് ആകെയുള്ളത് 0.5 ഗാമ ബി എൻ ഗാമയാണ്.
ഓക്കെ, അപ്പൊ അതിനകത്ത് ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്, ഗാമയും ബിയും എൻഗാമയൊക്കെ തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ഫൂട്ടിങ്ങിന്റെ വീതി എത്ര എന്നുള്ളതാണ് ബി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അതിനെ എന്തിനോട് പറയാം? ഈ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആയിരുന്നെങ്കിൽ അതിന്റെ വീതി എത്രത്തോളമാണോ അതാണ് ബി എന്ന് കൊടുത്തിരുന്നത്. പക്ഷെ ഈ ഒരു കേസിൽ നമ്മൾ ആ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിനോട് എടുക്കുന്നത് എന്താണ്? ഈ ഒരു റീറ്റെയിനിങ് വാളിനെയാണ്. അതായത് ഈ ഒരു ഫേസിംഗ് യൂണിറ്റും റീഇൻഫോഴ്സ്മെന്റും കൂടി ചേർന്ന ഒരു ഒറ്റ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തെടുക്കുമല്ലോ. അത് ഇത്രയും പോകുന്ന ഒരു ഒറ്റ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യും. ആ ബ്ലോക്കിനെയാണ് നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിനോട് അനുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന്റെ വീതി എന്ന് പറയുന്നത് ഈ കേസിൽ എന്തായിരിക്കും? ഇവിടെ മുതൽ റീഇൻഫോഴ്സ്മെന്റ് തീരുന്ന വരെയുള്ള വീതിയാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? റീഇൻഫോഴ്സ്മെന്റിന്റെ ലെങ്ത് എന്നാണ്, അല്ലെ? ഇവിടെ മുതൽ ഇവിടെ വരെ വരുന്ന ലെങ്ത് ആണ് സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന്റെ വീതി എന്ന് പറയുന്നത്. എന്താണോ അത് ഇവിടെ വരുന്ന വാല്യൂ എത്രയായിരിക്കും? ഈ ഒരു പോർഷൻ തൊട്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെ വരുന്ന ലെങ്ത് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ എൽ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടുന്നത് ബി ആയിട്ട്. ഇവിടുത്തെ ബിക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടുന്ന വാല്യൂ അവിടുത്തെ എൽ ആണ്. ഇതിൽ ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ തന്നെ മിസ്സിനെ വിളിക്കുക, കിട്ടിയില്ലെങ്കിൽ വോയിസ് ക്ലിപ്പ് ഇട്ടേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തി? യെസ്, 0.5 ഗാമ ബി എൻ ഗാമ. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടി. അതെന്താണ്? അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയാണ്. ഇതിൽ നിന്ന് നമ്മൾ അലൗബിൾ ബെയറിംഗ് കപ്പാസിറ്റിയിലേക്ക് എത്തണം. എങ്ങനെ എത്തുക? നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കാണണം. അത് കാണാൻ വേണ്ടിയിട്ട് നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യണം. നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തത്തിലുള്ള അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിന്ന് ഓവർ ബേർഡൻ പ്രഷറിന് റെഡ്യൂസ് ചെയ്യുക. പക്ഷേ ഈ ഓവർ ബേർഡൻ പ്രഷർ എന്ന് പറയുന്ന ഗാമ ഡി എഫ് റെഡ്യൂസ് ചെയ്യാൻ നമ്മുടെ റീറ്റെയിനിങ് വാളിന്റെ കേസിൽ ഓവർ ബേർഡൻ പ്രഷർ ഇല്ലല്ലോ. കാര്യം ഇത് മുകളിലേക്കല്ലേ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് ഡി എഫ് 0 ആണ്. അപ്പൊ ഈ ഒരു ടേം അങ്ങ് പോയി. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? അൾട്ടിമേറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യുമ്പോൾ തന്നെ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കിട്ടുന്നു. ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ അസ്യൂം ചെയ്യുന്ന വാല്യൂ 3 ആണ്. അപ്പൊ അതൊരു 3 എടുത്തു. അങ്ങനെ ചെയ്തപ്പോൾ 530 എന്നുള്ളത് കിട്ടി. ഓക്കെ, അതാണ് അലൗബിൾ ആയിട്ടുള്ള വാല്യൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അലൗബിൾ വാല്യൂ കിട്ടി. അലൗബിൾ ബെയറിംഗ് പ്രഷർ ഓൺ ഫൗണ്ടേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? സിഗ്മ വി മാക്സ് ആണ്. അതായത് മാക്സിമം ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ പ്രഷർ എത്രയാണ് എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഏത് ഇക്വേഷനാ അത്? നമ്മുടെ സിഗ്മ വി മാക്സ് ഓർമ്മയില്ലേ? ട്രപ്പിസോയിഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഇക്വേഷൻ ഉണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കേണ്ടതാണ് പി മാക്സ് പി മിനിമം. പക്ഷെ അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ഇക്വേഷൻ. അതാണ് ഈ സിഗ്മ വി മാക്സ് എന്നുള്ള ഇക്വേഷൻ ട്രപ്പിസോയിഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് കിട്ടുന്നത്. അതെന്താണ്? ഗാമ എച്ച് പ്ലസ് ക്യൂ സീറോ പ്ലസ് കെ എ ഇൻറ്റു ഗാമ എച്ച് പ്ലസ് 3Q0 ഇൻറ്റു എച്ച് ബൈ എൽ ദ ഹോൾ സ്ക്വയർഡ്. ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോവാം കേട്ടോ. ഗാമ എച്ച് പ്ലസ് Q0 0 ആണ് ഇവിടെ, plus Ka into gamma h plus 3Q0 into h by L the whole square. ഇതിൽ ഓരോ നൊട്ടേഷൻ അറിയാൽ എന്താണെന്നുള്ളത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 153 എന്നുള്ളത് കിട്ടി സിഗ്മ വി മാക്സ്. ഓക്കെ, അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എങ്ങനെയാണ് കാണുന്നത്? അലൗബിൾ ബെയറിംഗ് പ്രഷർ എത്രയായിരുന്നോ ഡിവൈഡഡ് ബൈ സിഗ്മ വി മാക്സ് ചെയ്യുക. അപ്പോൾ ഒരു വാല്യൂ കിട്ടി. ദാറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 3. ഇവിടെ നമുക്കത് 3യേക്കാൾ കൂടുതലാണ്. സോ ഇറ്റ് ഇസ് സേഫ് അഗൈൻസ്റ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഫെയിലിയർ. ഓക്കെ, ഇപ്പൊ അഥവാ ഇത് നിങ്ങൾക്ക് സേഫ് അല്ല എന്നാ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ലെസ് ദാൻ 3 ആണെങ്കിൽ ലെസ് ദാൻ 3 എഴുതിയിട്ടിരുന്നാൽ മതി. ഇറ്റ് ഇസ് നോട്ട് സേഫ് അഗൈൻസ്റ്റ് ഇൻ എ ഫെയിലിയർ എന്നുള്ള രീതിയിൽ അവിടെ എല്ലാത്തിനും ഫെയിലിയറിന് അഗൈൻസ്റ്റ് സേഫ് ആണോ അല്ലയോ എന്നുള്ളൊരു കമന്റ് താഴെ എന്തായാലും എഴുതിയിരിക്കണം. ഓക്കെ, പിന്നെ വരുന്നത് അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ സ്റ്റെബിലിറ്റിയിലുള്ള 3 ഫാക്ടേഴ്സും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇന്റേണൽ സ്റ്റെബിലിറ്റി അല്ലേ? ഇന്റേണൽ സ്റ്റെബിലിറ്റിക്കകത്ത് ചെക്ക് ചെയ്യേണ്ടത് ഏതൊക്കെയായിരുന്നു? 2 കാര്യങ്ങളാണ്. ഒന്ന് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗൈൻസ്റ്റ് ടെൻഷൻ ഫെയിലിയർ, രണ്ടാമത്തത് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗൈൻസ്റ്റ് പുൾ ഔട്ട് ഫെയിലിയർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗൈൻസ്റ്റ് ടെൻഷൻ ഫെയിലിയർ ആദ്യം നമുക്ക് നോക്കാം. എന്തായിരുന്നു അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? TSR by TI at bottom. ഓർമ്മയുണ്ടോ? എപ്പോഴാണ് ഈ ഒരു ഫെയിലിയർ സംഭവിക്കുന്നത്? എപ്പോഴാണ്? ലോഡ് ഇതിലേക്ക് വരുമ്പോൾ ഈ റീഇൻഫോഴ്സ്മെന്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് വെച്ചിട്ട് അതിനൊരു മാക്സിമം കപ്പാസിറ്റി കാണും ലോഡ് താങ്ങാനുള്ള, ടെൻഷൻ എടുക്കാനുള്ള. അതിനേക്കാൾ അപ്പുറമായിട്ട് ടെൻഷൻ വന്നു കഴിയുമ്പോൾ അത് റപ്ചറായി പോകുന്നു. അതാണല്ലോ ടെൻഷൻ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള, അതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്
TSR by TI at bottom എന്നാണ്. എന്തായിരുന്നു TSR എന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് ഫോഴ്സ് അഗെയിൻസ്റ്റ് ടെൻഷൻ ഫെയിലിയർ ഡിവൈഡഡ് ബൈ എത്രത്തോളം മാക്സിമം അവിടെ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അറ്റ് ദ ബോട്ടം മോസ്റ്റ് റീഇൻഫോഴ്സ്മെന്റ്. ഇവിടെ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് ബോട്ടം മോസ്റ്റ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഏതാണ്? ടെൻഷൻ ഫെയിലിയറിന്റെ കേസിൽ. അപ്പോൾ ബോട്ടം മോസ്റ്റ് റീഇൻഫോഴ്സ്മെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് TSRും TI at ബോട്ടവും രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. TSR എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേ? ഓക്കെ, TSR എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്താന്നുള്ളതാണ്. അപ്പൊ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് മെയിൻ ആയിട്ട് അവിടെ നിൽക്കുന്നത് അല്ലെ, Newton/mm². അതിൽ നമ്മൾ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തു തിക്നെസ്സും ബിയും വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് 120 kN എന്നുള്ളത് കിട്ടും. ക്ലിയർ ആണല്ലോ? ഈ Fy എന്തായിരുന്നു? ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് മെറ്റീരിയൽ into thickness of that material into width of that material will give you 120 kN. അതെന്താ? റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ് അഗെയിൻസ്റ്റ് ടെൻഷൻ ഫീൽഡ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണ്? ഇതിപ്പോൾ നോക്കണ്ട. ഇനി നമുക്ക് വേണ്ടത് TI at ബോട്ടം ആണല്ലോ. അതായത് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടുന്നത്. TI at ബോട്ടം എന്ന് വെച്ചാൽ മാക്സിമം എത്ര ടെൻസൈൽ ഫോഴ്സ് ആണ് ബോട്ടം റീഇൻഫോഴ്സ്മെന്റിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? KA into sigma VI into delta V into delta H. ഡെൽറ്റ വിയും ഡെൽറ്റ എച്ചും എന്താണ്? വേർട്ടിക്കലി രണ്ട് റീഇൻഫോഴ്സ്മെന്റിന്റെ ഇടയ്ക്ക് വരുന്ന വേർട്ടിക്കൽ സ്പേസിങ്ങും ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ സ്പേസിങ്ങും ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി KA into sigma V എന്ന് പറയുന്നത് എന്തായിരുന്നു? KA കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് വർക്ക് പ്രഷർ ഇൻറ്റു വേർട്ടിക്കൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന അവിടെ എന്താണ്? ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ്. ഈ ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണല്ലോ ആ ഒരു റീഇൻഫോഴ്സ്മെന്റിലേക്ക് ഫൈനലി ടെൻസൈൽ ഫോഴ്സ് ആയി എത്തുന്നത് അല്ലേ? ഹൊറിസോണ്ടലി അല്ലേ ലോഡ് എക്സേർട്ട് ആവുന്നത്? ഹൊറിസോണ്ടൽ ത്രസ്റ്റ് അല്ലേ അവിടെ എക്സേർട്ട് ആവുന്നത്? ക്ലിയർ അല്ലേ? അപ്പം KA into sigma V into delta V into delta H. ഡെൽറ്റ വിയും ഡെൽറ്റ എച്ചും നമുക്ക് അറിയാം. ഡെൽറ്റ വി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്പേസിങ് അങ്ങ് അസ്യൂം ചെയ്താൽ മതി ഇത്രയാണ് എന്നുള്ളത്. എന്നിട്ട് ഡെൽറ്റ വി ഇൻറ്റു ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് റീഇൻഫോഴ്സ്മെന്റുകൾ എത്ര ഡിസ്റ്റൻസിലായിരുന്നു ഇട്ടിരുന്നത്? 80 സെന്റിമീറ്റർ മാറിയിട്ടാന്ന് പറഞ്ഞു. ആ വാല്യൂ ദാറ്റ് ഇൻറ്റു KA into sigma V. KA എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. പിന്നെ ഈ വരുന്ന സിഗ്മ വി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ പറഞ്ഞ ട്രപ്പിസോയിഡൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, വലിയ ഇക്വേഷൻ. ആ ഇക്വേഷനിൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കിട്ടുന്ന വാല്യൂ എടുത്തിടുക. അപ്പോൾ നമുക്ക് ബോട്ടത്തിൽ വരുന്ന TI at ബോട്ടവും കിട്ടി. അപ്പോൾ പിന്നെ എന്താ? ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ TSR by TI at ബോട്ടം. TSR എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ് അഗെയിൻസ്റ്റ് ടെൻഷൻ ഫെയിലിയർ. ആൻഡ് TI at ബോട്ടം എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ടെൻസൈൽ ഫോഴ്സ് ആക്ടിങ് അറ്റ് ദ ബോട്ടം മോസ്റ്റ് റീഇൻഫോഴ്സ്മെന്റ്. എന്തുകൊണ്ടാണ് ബോട്ടം മോസ്റ്റ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്? ടെൻസൈൽ ഫോഴ്സിന്റെ കേസിൽ ഏറ്റവും ബോട്ടം മോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലെയറിലാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ എടുക്കുന്നത്, അവിടെ വരെയുള്ള എടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിച്ചപ്പോൾ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 2, സോ ഇറ്റ് ഇസ് സേഫ് അഗെയിൻസ്റ്റ് ടെൻഷൻ ഫെയിലിയർ. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് വൺ ഏതാണ്? പുൾ ഔട്ട് ഫെയിലിയർ. അതായത് തൊട്ട് മുന്നേ നിങ്ങൾ ചെയ്തതാണ്, അപ്പോൾ നിങ്ങൾക്ക് ഈസിയാണിത്. എന്താണ്? ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് പുൾ ഔട്ട് ഫെയിലിയർ ആണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുൾ ഔട്ട് ഫെയിലിയറിന് അഗെയിൻസ്റ്റ് ഉള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ആ മെറ്റീരിയലിന്റെ പുൾ ഔട്ട് കപ്പാസിറ്റി എത്രയാണോ ദാറ്റ് ഡിവൈഡഡ് ബൈ മാക്സിമം ടെൻഷൻ ഡെവലപ്ഡ് ഇൻ ദ ടോപ്പ് മോസ്റ്റ് റീഇൻഫോഴ്സ്മെന്റ്. പുൾ ഔട്ട് ഫെയിലിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അഥവാ ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. സോ അവിടുത്തെ പുൾ ഔട്ട് കപ്പാസിറ്റി എത്രയാണോ അഥവാ റെസിസ്റ്റിംഗ് ഫോഴ്സ് അഗെയിൻസ്റ്റ് പുൾ ഔട്ട് ഫെയിലിയർ എത്രയാണോ ദാറ്റ് ഡിവൈഡഡ് ബൈ ടോപ്പ് മോസ്റ്റ് റീഇൻഫോഴ്സ്മെന്റിൽ ഉണ്ടാകാവുന്ന മാക്സിമം ടെൻഷൻ എത്രയാണ്, അതാണ് പുൾ ഔട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, ആ പുൾ ഔട്ട് കപ്പാസിറ്റിനേക്കാൾ എക്സീഡ് ചെയ്ത് പോയാൽ എന്താ പറ്റുന്നത്? ആ റീഇൻഫോഴ്സ്മെന്റ് അവിടെ നിന്ന് അങ്ങ് ഊർന്നു പോവുകയാണ്. അതായത് എംബഡ്മെന്റ് ലെങ്ത് ഒരു കൃത്യം വാല്യൂ മിനിമം ഇത്രയെങ്കിലും വേണം, സോ ദാറ്റ് അത് ഓരോ കണ്ടീഷനും വേരി ചെയ്യും ലെങ്ത് എത്രയാണെന്നുള്ളത്. അപ്പോൾ ആ ലെങ്ത് ഒരുപാട് കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ സോയിലും ആ റീഇൻഫോഴ്സ്മെന്റ് അതിന്റെ മുകളിലും താഴെയായിട്ടുള്ള ആ സോയിലും തമ്മിലുണ്ടാകുന്ന ഒരു ബോണ്ടിങ് പ്രോപ്പർ ആവത്തില്ല. ആ സമയത്ത് പുൾ ഔട്ട് ഫെയിലിയർ സംഭവിക്കും, അതങ്ങ് ഊർന്നു പോകുന്ന ഒരു അവസ്ഥ. ഇതാണ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? TIF ഡിവൈഡഡ് ബൈ TI at the top. അപ്പൊ TIF
ഡിവൈഡഡ് ബൈ ടി ഐ അറ്റ് ദ ടോപ്പ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ടി ഐ എഫ് എന്ന് പറയുന്നതാണ് ആ റെസിസ്റ്റിംഗ് ഫോഴ്സ്. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ ബി ടാൻ ഡെൽറ്റ എൽ ഇ ഇൻറ്റു 2b ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൽ ഇ കണ്ടുപിടിക്കണം. എൽ ഇ എന്ന് പറഞ്ഞാൽ എംബഡ്മെൻറ്റ് ലെങ്ത് ആയിരുന്നു എൽ ഇ. അഥവാ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നില്ല, നിങ്ങൾ ആ ക്ലാസ് ഒന്നുകൂടി കേട്ടിട്ടേ ഇത് നോക്കാവൂ. ഇപ്പം മിസ്സിൻ്റെ ആ പിക്ചർ ഇല്ല. എൽ ഇ എന്ന് പറഞ്ഞാൽ എൽ മൈനസ് എക്സ്, അല്ലെങ്കിൽ കാണിച്ചേക്കാമല്ലോ. ഇതാണ് റപ്ചർ പ്ലെയിൻ എങ്കിൽ ഇതാണ് ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത്രയും ബാക്കി വരുന്ന ലെങ്ത്തിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുകയാണ്. എഴുതുമ്പം പോട്ടെ, ഇതാണ് എക്സ്. ഇത്രയാണ് ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള ലെങ്ത് എൽ ആണെങ്കിൽ ആ ലെങ്ത്തിൽ നിന്ന് ഈ എക്സിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എംബഡ്മെൻറ്റ് ലെങ്ത് കിട്ടി. അതാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നമുക്കറിയാം 45 മൈനസ് ടാൻ 5/2 45 മൈനസ് 5/2 എന്നറിയാം. അതിൻ്റെ ടാൻ എടുത്താൽ എക്സും ഈ വാല്യൂ എന്ന് പറയുന്നത് എച്ച് ആണ്. ഇത്രയെന്ന് പറയുന്നത് എച്ച് ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എൽ ഇ കിട്ടും. ആൻഡ് ബി നമുക്കറിയാം എത്രയാണെന്നുള്ള വാല്യൂ. ആൻഡ് ടാൻ ഡെൽറ്റയുടെ വാല്യൂ അറിയാം. സിഗ്മ ബി കാണണം, അതായത് ഇതിൻ്റെ മുകളിൽ നിന്ന് ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ സ്ട്രെസ് എത്ര എന്നുള്ളതാണ്. അത് ഗാമ ഡെൽറ്റ എച്ച് ചെയ്താൽ മതി. ആൻഡ് അവിടെ എന്ന് പറഞ്ഞാൽ ക്യൂ, അതായത് സർചാർജ് ഇല്ല, അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്താ വേണ്ടത്? അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അവിടുത്തെ റെസിസ്റ്റിംഗ് ഫോഴ്സ് എഗെയിൻസ്റ്റ് പുൾ ഔട്ട് ഫെയിലിയർ ആണ്. പിന്നെ വേണ്ടുന്നത് എന്താ? ടി ഐ അറ്റ് ടോപ്പ്, അതായത് ടോപ്പിൽ വരാവുന്ന മാക്സിമം ടെൻഷൻ ഡെവലപ്ഡ് എത്രയാണ്. അപ്പോൾ അതിനുണ്ടായിരുന്ന ഇക്വേഷൻ എന്താണ്? ടി ഐ അറ്റ് ടോപ്പ് ഇസ് ഈക്വൽ ടു കെ എ ഇൻറ്റു സിഗ്മ വി അറ്റ് ടോപ്പ് ഇൻറ്റു ഡെൽറ്റ വി ഇൻറ്റു ഡെൽറ്റ എച്ച്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ സ്പേസിങ്ങും ഇത് വെർട്ടിക്കൽ സ്പേസിങ് നമ്മൾ അസ്യൂം ചെയ്തു 0.5 എന്ന്. സിഗ്മ വി അറ്റ് ടോപ്പ് കാണാൻ നമുക്ക് ആ ട്രപ്പിസോയിഡൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആൻഡ് കെ എയുടെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1.033 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ സിഗ്മ വിയുടെ വാല്യൂ ഇത് ട്രപ്പിസോഡൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് ചെയ്യുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഗാമ ഡെൽറ്റ വെച്ചിട്ട് മാത്രം ചെയ്യാണ്. ഏത് രീതി ചെയ്തു വന്നാലും ഫൈനലി വലിയ വേരിയേഷൻ ഒന്നും വരുന്നില്ല. നിങ്ങൾ ഈ ഡിസൈൻഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നാണെന്നറിയോ? ഏതൊക്കെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് വാല്യൂ ചെയ്യുന്നതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. അണ്ടർലൈൻ ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻസ് ഒക്കെ അങ്ങ് എഴുതി മനസ്സിലായി. അതായത് ഇപ്പോൾ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് പുൾ ഔട്ട് ഫെയിലിയർ എന്ന് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ എഴുതുക. അതിന് എന്താണ് കാണിക്കുന്നത്? അതായത് റെസിസ്റ്റിംഗ് ഫോഴ്സ് ബൈ മാക്സിമം ടെൻഷൻ. അതായത് വാല്യൂ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ തന്നെ അതിൽ ഇംപ്രഷൻ ക്രിയേറ്റ് ആണ്, ഇവർക്ക് കണ്ടന്റ് അറിയാം എന്നുള്ളത്. പിന്നെ ഡിസൈനിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂസ് ഒക്കെ മാറിയാലും വലിയ സീനല്ല. കാരണം ഡിസൈൻ ചെയ്യുമ്പം ഒബ്വിയസ്ലി ഒത്തിരി ചേഞ്ചസ് വരും. നമ്മൾ കൺസിഡർ ചെയ്യുന്ന അസംഷൻസും ഒക്കെ വെച്ചിട്ട് വരും. അപ്പോൾ അതിൽ ആ ആൻസർ എന്ന് പറയുന്നത് ഫോക്കസ് ഭയങ്കര കുറവായിരിക്കും. നിങ്ങൾ പോയേക്കുന്ന ഒരു വഴിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത്രയും, അതായത് മെയിനായിട്ട് പഠിച്ചു വയ്ക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളതുകൂടി അറിഞ്ഞിരുന്നാൽ ഫൈനൽ ആൻസർ തെറ്റിപ്പോയാൽ പോലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂസ് എല്ലാം കിട്ടിയല്ലോ. ടി ഐ എഫും കിട്ടി, ടി ഐ ടോപ്പും ചെയ്തു വന്നപ്പോൾ അതേ ചെറിയ വാല്യൂ ആണ്. അപ്പോൾ അത് നോട്ട് സേഫ് എന്ന് വരും. കാരണം നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂ ഏതെങ്കിലും തെറ്റിയിട്ടുണ്ടാവും. നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒന്ന് ഇഫക്റ്റീവ് ലെങ്ത് അല്ലേ, 0.5 എന്നുള്ള ഇട്ടു. അപ്പം ടെൻഷൻ ഫെയിലിയറിൽ അത് ഓക്കെ ആയിരുന്നു, പക്ഷെ പുൾ ഔട്ടിലേക്ക് വന്നപ്പോൾ അത് ഓക്കെ അല്ല. പക്ഷെ അപ്പോൾ നമുക്ക് കുറഞ്ഞു പോയി. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇത് സേഫ് അല്ല എന്ന് എഴുതി നിർത്താം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിനെ ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള വഴി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുൾ ഔട്ട് ഫെയിലിയറിന് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് ആ മെറ്റാലിക് സ്ട്രിപ്പ് 2 പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിങ് ഉണ്ടല്ലോ, അതിന് കുറച്ച് കൊടുക്കുക. അതായത് കുറച്ചുകൂടി അടുത്തടുത്തായിട്ട് മെറ്റാലിക് സ്ട്രിപ്സ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് കൂട്ടി കൊടുക്കുക. ഇതൊക്കെയാണ് വഴികളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കൂട്ടിയും കുറച്ചൊക്കെ 1-2 വാല്യൂസ് ഇട്ടിട്ട് അസ്യൂം ചെയ്തിട്ട് അത് വെച്ചിട്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. ടി ഐ ടോപ്പും ടി ഐ എഫും ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, എന്നിട്ട് അപ്പോൾ അത് സേഫ് ആയല്ലോ. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ മാറ്റി കൊടുത്ത വാല്യൂസ് വെച്ചിട്ട് വീണ്ടും ഇന്റേണലി എഫക്റ്റ് ചെയ്യുന്ന എന്തിനെയാണോ? അത് ടെൻഷൻ ഫെയിലിയർ എഫക്റ്റ് ചെയ്യും, ഇന്റേണൽ സ്റ്റെബിലിറ്റി ആണല്ലോ അത്. അപ്പോൾ അതിൻ്റെ വീണ്ടും ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്യുക. റീചെക്ക് ചെയ്തിട്ട് അതും സേഫ് ആണെന്ന് ഉറപ്പിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ.